നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. പോസിറ്റീവായിട്ടുള്ള സക്സസ് ആയ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ആളുകൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുക, ആളുകൾക്കിടയിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കിയെടുക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റിക്കുമൊക്കെ അനിവാര്യമായ ഒരു കാര്യമാണ്. പലപ്പോഴും നാം പറയാറുണ്ട്, ആളുകൾ എന്തു പറയുന്നു എന്നതിനെ കുറിച്ച് നാം ആലോചിക്കരുത് എന്ന്. അത് നമ്മൾ ആലോചിക്കേണ്ടതില്ല. എങ്കിൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങളുമൊക്കെ ആളുകൾക്കിടയിൽ അവനൊരു കേമനായ വ്യക്തിയാണ് എന്ന് വരുത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പെരുമാറ്റവും ഒക്കെ ആയിരിക്കണം. അത് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ ഒരുപാട് സഹായിക്കും. ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി നമ്മളിൽ ഒരു ആകർഷണീയത വേണം. അതിന് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവണം. തികച്ചും വ്യത്യസ്തമായ ഒന്നിലേക്ക് ആളുകൾ കൃത്യമായി ആകർഷിക്കുമെന്നത് നമ്മൾ പറയേണ്ടതില്ല. അത് എല്ലാവർക്കും ബോധ്യമുള്ള ഒന്നാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ വ്യത്യസ്തരായി മാറുക? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും അവരവരെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് സമയങ്ങൾ ചിലവഴിക്കാറുള്ളത്. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ അച്ചീവ്മെന്റുകളെ കുറിച്ച്, നമ്മുടെ കേമത്തരത്തെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യർക്കിടയിൽ സംസാരിക്കാറുള്ളത്. എന്നാൽ നമ്മൾ അതിൽ നിന്നും വിഭിന്നമായി നമ്മൾ നന്നാവണം, നമ്മൾ കേമന്മാരാകണം, നമ്മളുടെ അച്ചീവ്മെന്റുകൾ ഉണ്ടാകണം എങ്കിൽ പോലും നമ്മൾ കൂടുതൽ സമയവും ചെലവഴിക്കേണ്ടത് അന്യനെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ നല്ല രീതിയിൽ കേൾക്കാനുമൊക്കെയാണ്. ഈ പുതിയ കാലത്ത്, സെൽഫിഷുകളുടെ ഈ ഒരു കാലത്ത് ആരും ആരെയും കേൾക്കാൻ നിൽക്കാറില്ല. എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങളാണ് വലുത് എന്ന മട്ടിലാണ് പൊതുസമൂഹത്തിലെ എല്ലാവരും പെരുമാറാറ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നാം മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ വിഷയങ്ങളെ കൃത്യമായി ചോദിച്ചറിയാനുമുള്ള ഒരു മൈൻഡ് സെറ്റ് രൂപീകരിച്ചാൽ നമ്മൾ ആളുകളിൽ നിന്നും വ്യത്യസ്തരാകും. അങ്ങനെ വ്യത്യസ്തരായ നമ്മളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. നമ്മുടെ സുഹൃത്ത് വലയം അതിലൂടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ നെറ്റ്വർക്ക് വർദ്ധിക്കും. ആളുകൾ നമ്മുടെ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു ദിവസം ഒരാളെയെങ്കിലും നാം പുതുതായി പരിചയപ്പെടുകയോ പരിചയപ്പെട്ട ആളുകളെ കൃത്യമായി കേൾക്കുകയും അവരുടെ അച്ചീവ്മെന്റുകളെ കുറിച്ച്, അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒക്കെ ചോദിച്ചറിയാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചോദിച്ചറിയുകയും അവരെ കൃത്യമായി കേൾക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണ് എങ്കിൽ പോലും ആളുകളുടെ വിഷയങ്ങളെ നമ്മൾ കൂടുതൽ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അവരിൽ നമ്മൾ തൽപരരാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും അതിലൂടെ നമ്മളിലേക്ക് അവരെ കൂടി ആകർഷിക്കുകയും നമ്മളിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയായി അവരെ മാറ്റിയെടുക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയും. രണ്ടാമതായി നാം ശീലിക്കേണ്ട ഒരു നല്ല സ്വഭാവം എന്നത് ഏതു ചെറിയ കാര്യത്തിനും ആളുകളെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുകയും അവരെ നമ്മൾ അനുമോദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക. ഒരാൾ ഒരു നല്ല ഡ്രസ്സ് ധരിച്ചാൽ, ചെറുതെങ്കിലും ഒരു നല്ല കാര്യം ഒരാളിൽ നാം കണ്ടാൽ, ഏതെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെന്റുകൾ അവർ നടത്തിയാൽ, നല്ല ഒരു പാട്ടുപാടിയാൽ, നല്ല ഒരു പ്രസന്റേഷൻ നടത്തിയാൽ, എന്തിനേറെ പറയണം അവരുടെ ഹെയർ സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പോലും അതെടുത്തു പറയുകയും അതിനെ പ്രശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്യുക എന്ന സ്വഭാവം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. എല്ലാവർക്കും എല്ലാവരെയും കുറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ പുതിയ കാലത്ത് ആരെക്കുറിച്ചും നല്ല കാര്യങ്ങൾ പറയാനോ അവരെ ഒന്ന് അനുമോദിക്കാനോ ഒന്ന് പ്രശംസിക്കാനോ ആരെയും കിട്ടാറില്ല. പക്ഷേ നമ്മൾ വ്യത്യസ്തമായി നിൽക്കുന്ന നമ്മൾ ഇതൊക്കെ ചെയ്തു തുടങ്ങിയാൽ വ്യത്യസ്തരായി നാം മാറുകയും ആ വ്യത്യസ്തതയെ ഇഷ്ടപ്പെടാൻ ആളുകൾ തയ്യാറാകുകയും ചെയ്യും. പ്രശംസിക്കുന്നതും അനുമോദിക്കുന്നതും തികച്ചും ആത്മാർത്ഥതയോടുകൂടിയായിരിക്കണം. അതൊരു കാപ്പട്യവുമില്ലാതെ ജെനുവിനായി അവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ, അവരെ അനുമോദിക്കാൻ, പ്രശംസിക്കാൻ നാം തയ്യാറാകണം.
കാപട്യത്തോടു കൂടി ഒരാളിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ മുൻനിർത്തി നമ്മൾ പ്രശംസിക്കാൻ പോയാൽ, അനുമോദിക്കാൻ പോയാൽ, നമ്മളെ കപടനായും വിശ്വസിക്കാൻ കൊള്ളാത്തവനായും അവരെ കളിയാക്കുന്നവനായും ഒക്കെ അവർ വിലയിരുത്തിയേക്കാം. അതിനൊന്നും പോകാതെ ജനുവിനായി ആത്മാർത്ഥതയോടുകൂടെ ഒരു കാപട്യവും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാതെ സത്യസന്ധമായി അവരിൽ കാണുന്ന നല്ല കാര്യങ്ങളെ, നല്ല മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞു എന്നും അത് നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നു എന്നവരെ ബോധ്യപ്പെടുത്തുകയും അതിലവരെ അനുമോദിക്കുകയും ചെയ്താൽ, നല്ല വാക്കു കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യ സ്വഭാവത്തിന് ഉടമകളായ അവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും നമ്മളുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ കഴിയുകയും നമ്മളെക്കുറിച്ച് നല്ല ഒരു മതിപ്പും നല്ല ഒരു കാഴ്ചപ്പാടും നാം നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന ഒരു ബോധ്യവും അവരിൽ ജനിക്കും. അതുകൊണ്ട് നാം ജനുവിനായി ആത്മാർത്ഥതയോടുകൂടി കാപട്യങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവരിൽ കാണുന്ന നന്മകളെ, അവരുടെ അച്ചീവ്മെന്റുകളെ, മാറ്റങ്ങളെ, നല്ല നല്ല കാര്യങ്ങളെ നല്ല വാക്കുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പ്രശംസിക്കാനും അവരെ അനുമോദിക്കാനും നാം സമയം കണ്ടെത്തുക. മറ്റൊരു കാര്യം നാം നമ്മുടെ ശീലമാക്കി മാറ്റേണ്ടത്, ആളുകളെ സമീപിക്കുമ്പോൾ നമ്മൾ പ്ലസന്റായി, പ്രസന്നതയോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി അവരെ സ്വീകരിക്കാൻ നാം തയ്യാറാക്കുക. ഒരു വേള നമ്മൾ ഒരുപാട് സങ്കടത്തിലായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, ടെൻഷനിലായിരിക്കാം, പ്രയാസത്തിലായിരിക്കാം. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാതെ നമ്മൾ സന്തുഷ്ടരാണ്, നമ്മൾ അവരെ കണ്ടതിൽ നമുക്ക് സന്തോഷമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മുഖത്തൊരു പുഞ്ചിരി പരത്തിക്കൊണ്ട് സ്നേഹത്തോടെ ആത്മാർത്ഥതയോടുകൂടി അവരെ നമ്മൾ ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു പുഞ്ചിരി ഒരു പക്ഷേ അവരുടെ ദുഃഖത്തെ മായിച്ചേക്കാം. സങ്കടപ്പെട്ടു വരുന്നവന്റെ മുഖത്ത് നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകിയാൽ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പക്ഷേ അത് പരിഹാരമായേക്കാം, അവന്റെ ടെൻഷന് റിലീഫായേക്കാം. അതുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി സന്തുഷ്ടനാണ് എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ സന്തുഷ്ടമായ ഭാവത്തിൽ അവരെ സ്വീകരിക്കാൻ ശ്രമിച്ചാൽ സങ്കടപ്പെടുന്നവന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് നേരമില്ല. സന്തുഷ്ടമായി ജീവിക്കുന്നവന്റെ കൂടെ ചേരാനാണ് ആളുകളുടെ മനസ്സ് മുഴുവനും ഉണ്ടാകുക. പ്രയാസങ്ങൾ പറഞ്ഞ് എല്ലാറ്റിനും കംപ്ലൈന്റ് ചെയ്തുകൊണ്ട്, എല്ലാറ്റിനും പരാതി പറഞ്ഞുകൊണ്ടുള്ള ഒരാളെയും ഇഷ്ടപ്പെടാൻ ആരും തയ്യാറാകുകയില്ല. എന്നാൽ പൂർണ്ണമായ സന്തോഷത്തോടെ, പൂർണ്ണമായ പ്രസന്നതയോടെ, കോൺഫിഡൻസ് ആയി നിൽക്കുന്ന ഒരാളോട് അടുപ്പം കാണിക്കാനും അവരുമായി കൂട്ടുകൂടാനും ആളുകൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന നമ്മളോട് കൂട്ടുകൂടാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് ആളുകളെ സമീപിക്കുമ്പോൾ സന്തുഷ്ടമായി ഒരു പുഞ്ചിരിയോടുകൂടി പ്രസന്നമായ രീതിയിൽ പ്ലസന്റായി ആളുകളെ സമീപിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളോട് കൂട്ടുകൂടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് അവർക്ക് തോന്നണം. ആ തോന്നൽ നമ്മളെ കണ്ടെത്താനും നമ്മളുമായി കൂടുതൽ സമയം ചിലവഴിക്കാനുമൊക്കെ അവരിൽ ആഗ്രഹം ജനിപ്പിക്കാൻ നമുക്ക് കഴിയും. മറ്റൊരു കാര്യം നാം ശീലമാക്കേണ്ടത്, ആളുകൾ നമുക്ക് എന്തെങ്കിലും നൽകുന്നുണ്ട് എങ്കിൽ അവരുടെ സമയമാകട്ടെ, സമ്പത്താകട്ടെ, സഹായമാകട്ടെ, സ്നേഹമാകട്ടെ, എന്തു തന്നെയാണ് എങ്കിലും അതിന് ഇരട്ടിയായി തിരിച്ചു കൊടുക്കാൻ നാം തയ്യാറാക്കണം. അതിനുള്ള സന്മനസ് നമുക്ക് വേണം. നമുക്കൊരാൾ സമയം തരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയത്തെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷം പകരുന്ന രീതിയിലുള്ള കൂടുതൽ സമയം തിരിച്ചു നൽകാൻ നാം തയ്യാറാകണം. ഒരാൾ നമുക്ക് സ്നേഹം നൽകുകയാണ് എങ്കിൽ ഇരട്ടി സ്നേഹം നൽകാൻ. ചില ആളുകൾ പറയും, ആളുകളെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ സമ്പത്തില്ല, അതിന് മാത്രം സമ്പന്നനുമൊന്നുമല്ല, എനിക്കെങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന്. എന്നാൽ കോടിക്കണക്കിന് രൂപ നാം ഒരാൾക്ക് സഹായിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ അദ്ദേഹം പ്രയാസപ്പെട്ടു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്ന് നോക്കി സാരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറത്തൊന്ന് കൊട്ടി ആശ്വസിപ്പിക്കുന്നതാകാം അദ്ദേഹത്തിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഏതു തരത്തിലുള്ള കാര്യമായാലും, സമയമായാലും, സ്നേഹമായാലും, സന്തോഷമായാലും, ആളുകൾ നമുക്ക് നൽകുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു നൽകുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കുക. ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള
ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ 2025 നമ്മുടെ ചുറ്റുവട്ടത്തിൽ, നമ്മുടെ നാട്ടിൽ, നാം ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ ഒക്കെ ആളുകളുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ സാന്നിധ്യം അവരിഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പരിശീലിച്ചു തുടങ്ങുക. ആദ്യ നാളുകളിൽ ഇത്തരം കാര്യങ്ങൾ നാം അറിഞ്ഞുകൊണ്ട് തന്നെ, കോൺഷ്യസ് ആയിക്കൊണ്ട് തന്നെ ചെയ്തു തുടങ്ങുക. അങ്ങനെ കാലക്രമേണ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയും ഇത് നമ്മുടെ സ്വഭാവമാകുകയും ഈ വ്യത്യസ്തമായ സ്വഭാവത്തിലൂടെ നമ്മുടെ ചുറ്റുവട്ടം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും ആളുകൾക്കിടയിൽ നല്ല ഒരു മതിപ്പ് സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യും. ഇതുപോലെയുള്ള മറ്റു ടിപ്പുകളുമായി ജീവിതത്തിനെ പോസിറ്റീവായി, സക്സസ് ആയി നയിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ എന്നാൽ വലിയ വലിയ ഫലങ്ങൾ നൽകുന്ന കാര്യങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.